+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് ഡിവിഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോരോ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന അക്കാഡമിക് ഡിവിഷൻസിനെ കുറിച്ചാണ്, സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രിയുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഏത് സബ്ജക്റ്റ് എടുത്താലാണ് എന്തൊക്കെ ജോബിന് പോകാൻ പറ്റുക എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന നമുക്കൊരു ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്, ഫ്രീ ക്ലാസ് ആണ്, എമൗണ്ട് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ക്ലാസ് നമുക്ക് അഡ്മിഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഓരോരോ അക്കാഡമിക് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഡിഗ്രിയുടെ അക്കാഡമിക് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിവിഷൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്, അക്കാഡമിക് ഡിവിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഈ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ 3 ഇയർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വരുന്നത് BA ഹിസ്റ്ററി, BA സോഷ്യോളജി ഒക്കെയാണ്. ഇനി ഇതൊരു UG പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BA എക്കണോമിക്സും BA നാനോ എൻട്രോപ്രണർഷിപ്പാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പോസ്റ്റ് ഗ്രാജുവേഷനിൽ വരുന്നതെങ്കിൽ MA ഹിസ്റ്ററി അല്ലെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് നമുക്ക് ഈ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസിൽ കാറ്റഗറിയിൽ വരുന്നത്. ഈ പോസ്റ്റ് ഗ്രാജുവേഷനിലാണ് ഈ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ സബ്ജക്റ്റ് വരുന്നെങ്കിൽ MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസിൽ വരുന്ന സബ്ജക്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വരുന്നത് നമുക്ക് സ്കൂൾ ഓഫ് ലാംഗ്വേജസ് ആണ് രണ്ടാമത്തെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ ഓഫ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ BA ഇംഗ്ലീഷും BA മലയാളവും ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഇനി ഒരു UG പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ BA ഹിന്ദി അല്ലെങ്കിൽ BA അറബിക്. ഇത് ഫോർ എക്സാമ്പിൾ മാത്രമാണ്, കുറേ ലാംഗ്വേജസ് ഇനിയും നമുക്കുണ്ട്. ഇനി ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷനിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അതായത് സബ്ജക്റ്റ് വരുന്നത് MA ഇംഗ്ലീഷ് അല്ലെങ്കിൽ MA ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ് നമുക്ക് ഈ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ നമുക്ക് വരുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാറ്റഗറിയിൽ നമുക്ക് BC ആണ് വരുന്നത്. BCA എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്, BCA കേട്ടോ. മൂന്നാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് BBA BCom ആണ്. അത് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ്. ഇനി അത് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരുന്നത് MCom ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത്, അപ്പോൾ അടുത്ത കാറ്റഗറി പറയുന്നത് സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അക്കാഡമിക് ഡിവിഷൻസ് വരുന്നത്. ഇത് ഒരു ഫോർ എക്സാമ്പിൾ മാത്രമാണ്, കുറച്ച് സബ്ജക്റ്റ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അക്കാഡമിക് ഡിവിഷൻസ് ഇത്രയാണ്, 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൽ കുറച്ച് സബ്ജക്റ്റ് നിങ്ങൾക്ക്
ഇൻക്ലൂഡ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദിത്യ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. എമൗണ്ട് ഒന്നും വേണ്ട, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.